നമസ്കാരം. അഴിമതിയും സാമ്പത്തിക തട്ടിപ്പുകളും പുറത്തു വരുമ്പോൾ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന ഉറച്ച നിലപാടെടുത്തിരുന്ന ആ പഴയ പ്രതാപവും നിലപാടുമൊക്കെ കാറ്റിൽ പറത്തി സ്വന്തം നേതാക്കളുടെയും കുടുംബത്തിന്റെയും അഴിമതികൾക്ക് മുന്നിൽ കവചമൊരുക്കുന്ന ദയനീയ കാഴ്ചയ്ക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയിലേക്ക് മാത്രമല്ല ഭരണത്തിലെയും പാർട്ടിയിലെയും മുൻനിര നേതാക്കളിലേക്ക് കൂടി എത്തുമ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുമെന്നറിയാതെ നിലം പറ്റിക്കിടന്നുരുളുകയാണ് CPM നേതൃത്വം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ പത്രക്കുറിപ്പിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെന്ന് പ്രത്യേകമായി പരാമർശിച്ചത് വലിയ രാഷ്ട്രീയ അജണ്ടയോടെയാണെന്നാണ് ഇപ്പോൾ CPM അണികളെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത്. അല്ലെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സഖാക്കൾക്ക് വലിയ മടിയാണ്. ടി വീണ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളല്ലേ? അതോ ഇനി പിണറായി വിജയനുമായി വീണയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും പറയുമോ? അന്വേഷണ ഏജൻസികൾ ആരോപണ വിധേയരായവരുടെ വ്യക്തിഗത പശ്ചാത്തലവും സ്വാധീനവും ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ നടപടിയാണ്. എന്നാൽ ED രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേസിന്റെ കാതലായ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഏത് സേവനത്തിനാണ് വീണ വിജയനും അവരുടെ എക്സാലോജിക് കമ്പനിയും ചേർന്ന് CMRL ഉടമ കർത്തയിൽ നിന്ന് 2,70,00,000 രൂപ കൈപ്പറ്റിയത്? ഒരു സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ വാങ്ങിയത് മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടുള്ള പച്ചയായ കൈക്കൂലിയല്ലേ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾക്ക് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ CPM നേതാക്കളോട് ചോദിച്ചാൽ വീണിടത്ത് കിടന്ന് ഉരുളുകയും ഈ അഴിമതിയെ ന്യായീകരിക്കാൻ യാതൊരു തെളിവും ഇവരുടെ കയ്യിലില്ല. ഇപ്പോൾ ED നീക്കങ്ങൾക്കെതിരെ തിടുക്കപ്പെട്ട പ്രതിരോധം തീർക്കാൻ നോക്കുന്ന CPM പറയുന്നത് വീണയ്ക്കെതിരെയുള്ള കേസ് പാർട്ടിയുടെ നേരിട്ടുള്ള പരിഗണനാ വിഷയമല്ലെന്നാണ്. എന്നാൽ അതേ ശ്വാസത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് നേതാക്കളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് പാർട്ടി പോരാടുന്നതെന്ന്. ഇത് എവിടുത്തെ ന്യായമാണ്? വീണയുടെ കമ്പനി നടത്തിയത് സ്വകാര്യ ഇടപാടാണെങ്കിൽ പാർട്ടി എന്തിനാണ് അവർക്ക് വേണ്ടി കവചം തീർക്കുന്നത്? എന്തിനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വീണയുടെ ഭർത്താവുമായ മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിനെ അടക്കം ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുമ്പോൾ പാർട്ടി തന്ത്രപരമായ പ്രതിരോധം തീർക്കുന്നത്? മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ P നിഖിലിന്റെ വീട്ടിലടക്കം ED മിന്നൽ റെയ്ഡ് നടത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധമുയർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന വലിയ അമർഷം മുൻനിര നേതാക്കൾക്കിടയിലുണ്ട്. പ്രതിഷേധ പ്രകടനത്തിന് വേണ്ടത്ര അണികൾ തെരുവിൽ ഇറങ്ങിയതുമില്ല. നഗരപരിധിയിലെ പ്രമുഖ പാർട്ടി ഘടകങ്ങൾ പോലും ഈ റെയ്ഡിനെതിരെയുള്ള പ്രതിഷേധങ്ങളോട് സഹകരിച്ചുമില്ല. നേതാക്കളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വടിയെടുക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് സാധാരണക്കാരായ അണികൾ നൽകിയത്. ഇതോടെയാണ് അണികൾക്കിടയിലെ രോഷം തണുപ്പിക്കാനും എന്തുകൊണ്ടാണ് പാർട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനുമായി കോഴിക്കോട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തന്നെ പങ്കെടുപ്പിച്ച് വലിയ വിശദീകരണ യോഗം വിളിച്ചു ചേർക്കാൻ CPM നിർബന്ധിതരായത്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമച്ച കേസോ രാഷ്ട്രീയമായി അട്ടിമറിക്കാവുന്ന വിഷയമോ അല്ല. ഇത് കൃത്യമായ തെളിവുകളോടെ ED അന്വേഷിക്കുന്ന ഗുരുതരമായ ഹവാല കള്ളപ്പണ കേസാണ്. മുൻപ് 72 ദിവസത്തോളം അകത്ത് കിടക്കേണ്ടി വന്ന ആൾക്കാരുമുണ്ട് ഈ പാർട്ടിയിൽ. അവർക്ക് പിന്നീട് കേരളം തന്നെ വിട്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെയിരിക്കെ വീണയുടെ കേസിൽ നിയമം അതിന്റെ വഴിയെ പോകുമ്പോൾ രക്ഷപ്പെടാൻ ഇനി ആരിറങ്ങാനാണ്? പോലീസിനെയും അണികളെയും വിട്ട് സമരം നയിച്ച സഖാക്കളുടെ അവസ്ഥ എന്തായി? നേതാക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും തട്ടിപ്പുകൾക്ക് സംരക്ഷണം തീർക്കാൻ തെരുവിലിറങ്ങി കേസിൽപ്പെട്ട അണികൾ ജയിലിൽ കിടക്കുമ്പോൾ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ AC മുറിയിൽ സുഖിക്കുകയല്ലേ ചെയ്യുന്നത്? അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് CPM എന്ന പാർട്ടിയുടെ അവസ്ഥ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്.